രാഷ്ട്രീയ ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഡൊമിനിക് ആൻഡ് ദ ലേഡി പേഴ്സിൻ്റെ ട്രെയിലറിൻ്റെ ഒരു റിയാക്ഷനായിട്ടൊന്നും ഈ പ്രാവശ്യം ഇല്ല. കാര്യം ഒരു ടീസർ റിയാക്ഷൻ ചെയ്തപ്പോൾ തന്നെ മതിയായി. കാര്യം അന്ന് തന്നെ ഒരു കോപ്പിറൈറ്റ് കിട്ടിയതുകൊണ്ട് ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ ഞാൻ എത്ര ആസ്പെക്ട് റേഷ്യോ കുറച്ച് വെച്ചിട്ട് ചിലപ്പോൾ ഒരു ട്രെയിലറിൻ്റെ റിയാക്ഷൻ ചെയ്യാമെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ അതിനും ചിലപ്പോൾ ഒരു കോപ്പിറൈറ്റ് കിട്ടും. പിന്നെ ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇപ്രാവശ്യം റിയാക്ഷനായിട്ടൊന്നും ഇടുന്നില്ല. അതായത് നമ്മുടെ അതിനകത്ത് അതിൻ്റെ ഒരു വീഡിയോസും നമ്മുടെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. മറിച്ച് നമ്മളിപ്പോൾ അതിനകത്ത് കണ്ടിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം. അതായത് എനിക്ക് തോന്നുന്നു മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും പ്രതീക്ഷ കുറഞ്ഞ, അതായത് വലിയൊരു ഹൈപ്പൊന്നും ഇല്ലാത്ത രീതി വരുന്ന ഒരു സിനിമ തന്നെയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡി പേഴ്സ് എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയമില്ല. കാര്യം മമ്മൂക്കയുടെ മുൻകാല സിനിമകളെല്ലാം റിലീസ് ചെയ്തപ്പോഴത്തേക്ക് ഒരു വലിയൊരു ഹൈപ്പിലായിരുന്നു അത്തരത്തിലുള്ളൊരു സിനിമ വന്നത്. വലിയൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ ആ സിനിമ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ചിലപ്പോൾ ഗൗതം വാസുദേവ മേനോൻ ഡയറക്റ്റ് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ഷൻ്റെ ഒരു സ്റ്റൈൽ കൊണ്ടോ ആയിരിക്കും ഒരു ഇത്തവണ ഒരു വലിയൊരു എന്താണ് പറയുന്നത്, പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് അമിത പ്രതീക്ഷകളിലേക്ക് എത്തിക്കുന്ന സിനിമയൊന്നുമല്ല ഡൊമിനിക് ആൻഡ് ദ ലേഡി പേഴ്സ്. നമുക്ക് തിയേറ്ററിൽ ചെന്ന് കണ്ട് നമ്മുടെയൊക്കെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയായി തീരാനാണ് സാധ്യതയെന്ന് പറയുന്നത്. പക്ഷേ അതുകൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ കണക്കിപ്പം ഒരു ടീസറിൻ്റെ ഇത് റിലീസ് ചെയ്ത സമയത്തും പിന്നീട് ഒരു ട്രെയിലർ റിലീസ് ചെയ്തപ്പോൾ നമ്മൾ ട്രെയിലർ കാണുന്ന സമയത്തും എനിക്ക് തോന്നാനകത്ത് വിഷ്വൽസൊക്കെ നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു വലിയ എന്താണ് പറയുന്നത്, മുമ്പ് നമ്മളൊരു മമ്മൂട്ടി കമ്പനിയുടെ പഴയ ഒരു കുറേ സിനിമകൾ നമ്മളിങ്ങോട്ട് എടുത്തു കഴിയുമ്പോൾ അത്തരത്തിലുള്ള സിനിമകളിൽ നിന്ന് കിട്ടിയ രീതിയിലുള്ള വലിയ അത്തരത്തിലുള്ള ഒരു സിനിമയൊന്നും ആണെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. നമുക്ക് തിയേറ്ററിൽ കാണുമ്പോഴേ അറിയാവുള്ളൂ. കാര്യം ഗൗതം വാസുദേവ മേനോൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ഷൻ, ഒരു കഴിവ്, ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് നമുക്കറിയാം. കാര്യം അതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു സിനിമയായിരിക്കും. പിന്നെ ഈ പറഞ്ഞ കണക്ക് വിഷ്വലിൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് തോന്നുന്നു ടർബോയെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി എനിക്ക് തോന്നുന്നു വിഷ്വൽസിനകത്ത് ഈ പടത്തിനകത്ത് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ട്രെയിലർ കാണുന്ന സമയത്ത് പിന്നെ നമ്മൾ ഈ ആ പേരിലേക്ക് ഇപ്പോൾ ഡൊമിനിക് ആൻഡ് ദ ലേഡി പേഴ്സ് എന്ന് പറയുന്ന കണക്കത് ആ ഒരു പേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ആരുടെയെങ്കിലുമൊക്കെ ഒരു പേഴ്സ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇതിനകത്തും ഈ ട്രെയിലറിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പേഴ്സ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. അത് ആരുടെയാണ് എന്താണെന്നൊക്കെ അന്വേഷിക്കണമെന്ന് മമ്മൂക്കയെ അടുത്ത് പറയുന്ന രീതിയിൽ. ആ ആക്ട്രസിൻ്റെ പേരെനിക്കറിയില്ല. നമ്മൾ പാച്ചുവും അത്ഭുത വിളക്കവും എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് കണ്ടിട്ടുള്ള അവർ അത് മമ്മൂക്ക എടുത്ത് പറയുന്നതായിട്ട്. പിന്നെ മമ്മൂക്കയും ഗോകുൽ സുരേഷും ഉൾപ്പെട്ടിട്ടുള്ള, പിന്നെ നമുക്ക് അത്ര വല്ല പരിചിതമായിട്ടുള്ള അല്ലാത്ത കുറച്ച് ആൾക്കാരും ഈ ട്രെയിലറിനകത്തുണ്ട്. ഏതായാലും ജനുവരി 23 അതിൻ്റെ ഒരു റിലീസാണ്. അപ്പോൾ അമിത പ്രതീക്ഷകളൊന്നും ഇല്ലാതെ ഒരു സാധാരണ ഒരു സിനിമ കാണുന്ന രീതിയിൽ ഇപ്പോൾ ഒരു കണ്ണൂർ സ്ക്വാഡൊക്കെ നമ്മൾ തിയേറ്ററിൽ കാണാൻ പോയപ്പോൾ ഉള്ള ഒരു മൈൻഡോടുകൂടി നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു സിനിമ നമുക്ക് തിയേറ്ററിലേക്ക് കാണാൻ പോകാം. ഒരു പക്ഷേ കണ്ണൂർ സ്ക്വാഡിൻ്റെ മേളിൽ നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു വലിയ വിജയം ആയി തീരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു.